ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സജീവൻ അയൽ ലോറിക്കാരൻ്റെ അടുത്തേക്ക് വിക്രമിനെ വേദനയെ കൊണ്ടുവരികയാണ്. അപ്പോൾ അയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം അനിയൻകുട്ടനെ വിക്രമ് വണ്ടിയിലേക്ക് എടുത്തുകൊണ്ട് കയറ്റുന്നുണ്ട്. അതിനുശേഷം വേദം വിക്രമൊക്കെ കയറുന്നുണ്ട്. അങ്ങനെ സജീവനോട് യാത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി, ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ പോവുകയാണ്. അങ്ങനെ ഇടുക്കിയിലെത്താണ് കേട്ടോ. ഇടുക്കിയിൽ എത്തിക്കഴിഞ്ഞിട്ട് അയാൾ വിളിക്കുകയാണ്. അപ്പോൾ വിക്രമും വേദയും അനിയൻകുട്ടനൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ മല കയറുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെയും കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടം വരെ ഉറക്കം തന്നെയായിരുന്നല്ലോ, നല്ല ആൾക്കാരാണ് നിങ്ങളെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അന്നേരം കുറച്ച് പൈസ ഒക്കെ എടുത്തു കൊടുക്കുമ്പോൾ അയാൾ വാങ്ങിക്കുന്നില്ല കേട്ടോ. അങ്ങനെ കുട്ടനെ വിളിച്ചിങ്ങായിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഡ്രൈവറെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് വിക്രം വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ വരുന്നില്ല. ഞാൻ വഴിയിൽ നിന്ന് കുടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഒരു ചായക്കടയിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ സാധാരണ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വയസ്സായ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പുതിയ ആൾക്കാരാണല്ലോ എന്നൊക്കെ വിക്രം. അപ്പോൾ 3 ചായയൊക്കെ പറഞ്ഞിട്ട് വേദയ്ക്കും അനിയൻകുട്ടനൊക്കെ ചായ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനിയൻകുട്ടന് ഇങ്ങനെ ചായ കൊടുക്കുന്നുണ്ടെങ്കിൽ അനിയൻകുട്ടൻ അത് കുടിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല. അന്നേരം ഒരാൾ പറയുകയാണ് കുടിക്കാൻ അനിയൻകുട്ടാന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വിക്രമും വേദയൊക്കെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇവർ രണ്ടുപേരും ഇങ്ങനെ അയാളെ തുറച്ച് നോക്കുമ്പോൾ, എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നത്? അല്ല, ഇവൻ്റെ പേര് വിളിച്ചത് കാരണം. പേരോ? അനിയൻകുട്ടാന്നാണോ പേര്? ആഹാ, അത് ഞാൻ അറിഞ്ഞിട്ട് വിളിച്ചതല്ല, തൻ്റെ അനിയനായിരിക്കുമല്ലോ എന്ന് ആലോചിച്ചിട്ട് കുട്ടാന്ന് ചേർത്ത് വിളിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ ചിരിക്കാൻ കേട്ടോ. അപ്പോഴും ഏതൊക്കെയും വിക്രത്തിന് ഒരു ആശ്വാസമാവും. അവർ വിചാരിച്ച് ഇനി ആരെങ്കിലും പരിചയമുള്ളവരായിരിക്കുമോ എന്ന്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ അനിയൻകുട്ടന് എന്തെങ്കിലും വയ്യായി ആണോ എന്ന് ചോദിക്കുമ്പോൾ പേടി തട്ടിയതാണെന്ന് പറയേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈക്കിളച്ചനെ കണ്ടാൽ മതി, ഏത് പേടിയും മാറ്റുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരാളുടെ ഭാര്യയുടെ പേടിയൊക്കെ മാറ്റിയിട്ടുണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. അവിടെ നിന്നോ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എന്തോ കണ്ട് പേടിച്ചിട്ട് അവളുടെ പേടി 9 ദിവസം കൊണ്ട് അച്ഛൻ മാറ്റി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ചായ ഒക്കെ കുടിച്ചിട്ട് ഗീവർഗീസ് എന്ന് പറഞ്ഞ ഒരാളെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അത് അച്ഛൻ്റെ അടുത്ത് ഉണ്ടാവും, അച്ഛൻ്റെ സഹായിയാണ്. ഇതേ ഇവിടുന്ന് 2 പേര് പോകുന്നുണ്ട്, ഇലയും കൊണ്ട് പോകുന്നതാണ്. ഇവരെ വണ്ടിയിൽ കയറിക്കോ, ഇവരവിടെ ഇറക്കി തരും എന്ന് പറഞ്ഞിട്ട് ആ വണ്ടിയിൽ കയറിയിട്ട് വിക്രമും വേദയും അനിയൻകുട്ടനും കൂടിയിട്ട് പള്ളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ വിക്രമും വേദയും കൂടിയിട്ട് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ കണ്ണിലൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. അന്നേരം കൂടെയുള്ള ആൾ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ. എവിടെ നിന്ന് വരുന്നു, ഇപ്പോൾ കല്യാണം കഴിച്ച് വന്നതാണോ, ഒളിച്ചോടി വന്നതാണോ, കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. വിക്രം ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ജോലിയൊക്കെ ഈ നാട്ടിൽ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ മലയാളികൾക്ക് ആരും ജോലിയൊന്നും കൊടുക്കാറില്ല എന്നൊക്കെ പറയും. അങ്ങനെ പള്ളിയിൽ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നത്, വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നൊക്കെ വേദ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പള്ളിയിലേക്ക് എത്തി ഗീവർഗീസിനെ കണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഗീവർഗീസ് വേദനയും വിക്രമിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇരുത്താണ്. അതിനുശേഷം അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നില്ല അച്ഛ എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എല്ലാവരും നീ തീരുമാനിച്ചല്ലോ എന്ന് പറയാൻ പറഞ്ഞ് അവരത്ര കുഴപ്പക്കാരുള്ള ആയിട്ടുള്ള ആൾക്കാരാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുഴപ്പക്കാരൊന്നും ആയിട്ടുള്ള ആളല്ലാന്ന് തോന്നുന്നുണ്ടെന്ന് പറയും കേട്ടോ. അപ്പം അച്ഛനിങ്ങനെ നോക്കുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ വിക്രമും വേദയും അനിയൻകുട്ടനും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ അച്ഛന് ചില കാര്യങ്ങൾ മനസ്സിലാവാണ് കേട്ടോ. കുറച്ച് ദിവ്യദൃഷ്ടിയൊക്കെ ഉള്ള ഒരാളാണ് അച്ഛൻ. അപ്പോൾ ഇവരെല്ലാം കുഴപ്പക്കാർ, ഇവരെ പിന്നിൽ കൂടെ നടക്കുന്നവരാണ് കുഴപ്പക്കാരെന്നൊക്കെ പറയും. അതിനുശേഷം ഗീവർഗീസ് കാര്യങ്ങളൊക്കെ പറയാണ്. ചെറിയൊരു പ്രശ്നം പറ്റിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആരോ കൊടുക്കാൻ നോക്കിയിട്ട് അവിടെ ആ കുടുക്കിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നാട് വിട്ടതാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് താമസിക്കാനായിട്ട് സ്ഥലത്തിനൊക്കെ കുറിച്ച് ചോദിക്കുമ്പോൾ കന്യാസ്ത്രീമാർ താമസിക്കുന്ന ഏതൊരു മഠത്തിൻ്റെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ മഠം ഒക്കെ ശരിയാക്കി കൊടുക്കാമെന്ന് ഗീവർഗീസ് പറയുമ്പോൾ, എല്ലാം നീ തന്നെ തീരുമാനിച്ചിട്ട് നീ തന്നെ കാര്യങ്ങൾ പറയല്ലേ, പിന്നെ നീ എന്തിനാ എന്നോട് ചോദിക്കണേന്ന് പറയും കേട്ടോ. മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ലല്ലോ അച്ഛോ എന്നൊക്കെ ഗീവർഗീസ് പറയുകയാണെ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് ലേറ്റായിട്ടാണ് വന്നത്, അതുകൊണ്ട് ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവരുടെ കാര്യമായിട്ട് എപ്പിസോഡിലൊന്നൊന്നുമില്ല. പിന്നെ ഇവരോട് ഗീവർഗീസ് വന്നിട്ട് താമസത്തിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ വേദയും വിക്രമും അവിടെ നിൽക്കാൻ തീരുമാനിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിശ്വനെയാണ് കേട്ടോ. വിശ്വനും ശ്രീജയും കൂടി വന്നിട്ട് അച്ഛനോടും അമ്മനോടും കൂടി ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കമലാമ്മ ആകെ പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ മാഷ് പറയാണ്, നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ഞാനില്ലേ കൂടെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമലാമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അന്ന് പോലീസ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഓർമ്മ വരികയാണ്. അങ്ങനെ ഇവർ 2 പേരും കൂടെ ചെല്ലുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും മറുപടി പറയുന്നോ അല്ലെങ്കിൽ സത്യം പറയുന്നോ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല നിങ്ങളിവിടേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ കമലാമ്മനെ മാത്രമായിട്ട് ഉള്ളിലേക്ക് ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടേക്ക് വാസവം വരുന്നുണ്ട് കേട്ടോ. വാസവം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും വാസവിന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയ നിലയ്ക്ക് വിക്രമിൻ്റെ വീട്ടുകാരെ, അതായത് മാഷയും
കമലാമ്മനെ അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വാസവൻ അവിടേക്ക് വരുന്നത്. വിക്രമല്ല കൊലയാളി എന്നുള്ള സത്യം എന്തായാലും വാസുവിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലും പ്രമോയിലും കൂടിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.